സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി യുഎസും സഖ്യസേനയും. ആക്രമണവിവരം യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെ യുഎസ് സിറിയയിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയത്. ഐഎസിന്റെ നിരവധി കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിൽ തകർന്നു. ഒട്ടേറെ ഐഎസ് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് സൂചന. 35 ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് നടപടി. ഡിസംബർ 13-ന് ഐഎസ് നടത്തിയ ആക്രമണത്തിൽ 2 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് യുഎസ് ഓപ്പറേഷൻ പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ സന്ദേശം ശക്തമാണ്. ഞങ്ങളുടെ ആളുകളെ ഉപദ്രവിച്ചാൽ രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും ലോകത്തെവിടെയും എത്തി അവരെ കണ്ടെത്തി ഇല്ലാതാക്കുമെന്ന് ആക്രമണത്തിന് ശേഷം യുഎസ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു. ഡിസംബർ 19-നും സിറിയയിൽ യുഎസ് വ്യോമാക്രമണം നടത്തിയിരുന്നു. മധ്യ സിറിയയിലുടനീളമുള്ള 70 ഐഎസ് കേന്ദ്രങ്ങളാണ് യുഎസ് എന്ന് ലക്ഷ്യമിട്ടത്. സിറിയയിലെ ഐഎസിനെതിരായ പോരാട്ടത്തിൽ കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് വർഷങ്ങളായി യുഎസിന്റെ പ്രധാന പങ്കാളിയായിരുന്നു. എന്നാൽ 2024 ഡിസംബറിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം സിറിയൻ ഔദ്യോഗിക സർക്കാരുമായി ചേർന്നാണ് യുഎസ് ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ അലപ്പോയിൽ കുർദിഷ് സേനയും സിറിയൻ ഔദ്യോഗിക സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഐഎസിനെതിരായ യുഎസ് ആക്രമണം.